ബിജോയ്സ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് ഒരു ട്രാജിക് ഇൻസിഡന്റിനെ കുറിച്ചാണ്. ഒരു ഇൻസിഡന്റ് അല്ല, ഏറ്റവും ഈ സേഫ് ആയിട്ടുള്ള ഒരു ജേണി ആയിട്ടാണ് പൊതുവേ കരുതുന്നത് എയർ ജേണി എന്ന് പറഞ്ഞാൽ. ഏറ്റവും കുറച്ച് ആക്സിഡന്റ്സ് നടക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ക്രാഷസ് നടക്കുന്നത് എയർ ജേണിയിലാണ്. ഏറ്റവും കൂടുതൽ അപകട സാധ്യത, ഒരിക്കൽ ക്രാഷ് ആയ എല്ലാവരും മരിച്ചു പോകാനുള്ള സിറ്റുവേഷൻ ആണ് ഉള്ളതെങ്കിലും ഏറ്റവും സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഏറ്റവും കുറച്ച് അപകടങ്ങൾ എയർ ജേണിയിൽ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ വെറും ഒരാഴ്ച പോലും എടുത്തില്ല, വെറും 3 ദിവസത്തിനകത്ത് വെച്ച് 2 പ്ലെയിൻ ക്രാഷസ് ആണ് ഇപ്പോൾ വേൾഡിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് അസർബൈജാനിന്റെ പ്ലെയിൻ, അതൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞാണ്. 38ഓളം യാത്രക്കാരുമായിട്ട് അത് തകർന്നു വീണു, എല്ലാവരും മരിച്ചുപോയി. അസർബൈജാന്റെ പ്ലെയിൻ ആക്ച്വലി ഒരു മാൻമെയ്ഡ് ആക്സിഡന്റ് എന്നാണ് പറയുന്നത്. അത് റഷ്യയുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു പ്രൊജക്ടൈൽ കൊണ്ട് ആ പ്ലെയിൻ ക്രാഷ് ആയതാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അസർബൈജാന്റെ പ്ലെയിൻ, അസർബൈജാൻ എന്ന രാജ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കു ക്യാപിറ്റൽ ആയിട്ടുള്ള രാജ്യം അസർബൈജാൻ. പക്ഷേ ഈ രണ്ടാമത്തെ ആക്സിഡന്റ് ഇന്നലെ സൗത്ത് കൊറിയയിൽ സംഭവിച്ചാണ്. സൗത്ത് കൊറിയയില് ഒരു പ്ലെയിൻ ഇതുപോലെ ബോയിങ്ങിന്റെ ഒരു പ്ലെയിൻ ആണ്. അത് സൗത്ത് കൊറിയയുടെ തന്നെ പ്ലെയിൻ ആണ്. തായ്ലൻഡിൽ നിന്ന് വന്നതാണ്. തായ്ലൻഡിലെ സുവർണഭൂമി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ തായ്ലൻഡിലെ ഏറ്റവും വലിയ എയർപോർട്ട്, അവിടുത്തെ ക്യാപിറ്റലായ ബാങ്കോക്കിലാണ് സുവർണഭൂമി എയർപോർട്ട് ഉള്ളത്. ആ എയർപോർട്ടിൽ നിന്ന് പറന്നു പൊങ്ങിയ ഒരു വിമാനം അത് സിയോളിൽ, സൗത്ത് കൊറിയയുടെ സിയോളിൽ ഇന്നലെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് റൺവേയിൽ നിന്ന് തെന്നി മാറി അത് ക്രാഷായി, ഒരു കോമ്പൗണ്ട് വാളിൽ ഇടിച്ച് ക്രാഷായി. അതിൽ 2 പേരൊഴിച്ച് 179 പേര് മരിച്ചു. അപ്പൊ ഇത് പൊതുവെ കരുതുന്നത്, അത് ഉറപ്പിച്ചിട്ടുള്ളതായിരിക്കും, ആ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു അതിന്റെ ടയറിൽ ലാൻഡിങ് ഗിയറിൽ പക്ഷി ഇടിച്ചതാണ് കാരണമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്തായാലും 2 പ്ലെയിൻ ക്രാഷുകളാണ് തുടർച്ചയായിട്ട് ഇപ്പൊ ലോകത്തുണ്ടായിരിക്കുന്നത്. 2ലും കൂടെ ചേർത്ത് ഏതാണ്ട് 215 കൂടുതൽ ആൾക്കാർ മരിക്കുകയും ചെയ്തു. അതാണ് ഫ്രണ്ട് പേജിൽ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി വേറെ ന്യൂസ് പറയാനുള്ളത്, വളരെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ആണ്. ചെസ് വേൾഡിൽ നിന്ന് ഇന്ത്യക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ചെസ് എന്ന് പറയുന്ന ഗെയിമില് ഇന്ത്യ ഈ വർഷം ഉണ്ടാക്കിയ അച്ചീവ്മെന്റ് ഒരു പക്ഷേ ഒരു വർഷം ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഇതുവരെയും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. വിശ്വനാഥൻ ആനന്ദ് പലതവണ ലോക ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. അത് ഓരോ വർഷങ്ങളിലാണ്. ആനന്ദ് നേടിയിട്ടുള്ള അച്ചീവ്മെന്റ് ആരും നേടിയിട്ടില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷേ 2024 ഈസ് ദ മോസ്റ്റ് ഗ്ലോറിയസ് ഇയർ ഫോർ ഇന്ത്യ ഇൻ ദ ഗെയിം ഓഫ് ചെസ്. ചെസ് എന്ന് പറയുന്ന ഗെയിമിൽ ഇന്ത്യയുടെ മോസ്റ്റ് ഗ്ലോറിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 2024 ആണ്. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, because India made some gigantic achievements in the year of 2024. D. Gugesh won the Classical World Chess Championship, beating Ding Liren of China. That happened in the last month. No, I think it is in the December itself. And after that, now Koneru Khambi won the World Rapid Chess Championship for Women category. World Rapid Chess Championship for Women category was won by India's Koneru Khambi, and this is for the second time she is winning World Rapid Chess Championship. Koneru Khambi is a chess player from Andhra Pradesh. So she won the World Rapid Chess Championship for the second time. So this year India won 2 World Chess Championship. One in the Rapid Chess Championship Women category by Koneru Khambi, and the other one by D. Gugesh in the Classical Chess format. And 2 other achievements are also made by Indian chess teams. In Chess Olympiad that was held at Budapest, capital of Hungary. So ഹംഗറിയുടെ ക്യാപിറ്റലാണ് ബുഡാപെസ്റ്റ്. അവിടെ ഈ വേൾഡ് ചെസ് ഒളിമ്പ്യാഡില് മെൻ കാറ്റഗറി ആൻഡ് വിമൻ കാറ്റഗറി both were won by India. Gold medals in the women category and men category both were won by India. So Chess Olympiad was also won by India. Then World Chess Championship in the classical category won by India, and the World Chess Championship in the Rapid Chess category also won by India. അപ്പോൾ ഇത്രയും അച്ചീവ്മെന്റ്സ് ഇന്ത്യക്ക് വേൾഡ് ചെസ്സിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. 2024 എന്ന് പറയുന്നത് ഗോൾഡൻ ഇയർ ഫോർ ഇന്ത്യൻ ചെസ് ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒറ്റ ന്യൂസ്, മൻമോഹൻസ് ആഷസ് ഇമേഴ്സ്ഡ് ഇൻ യമുന അമിഡ് BJP കോൺഗ്രസ് റോ. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഫോമർ പ്രൈം മിനിസ്റ്ററിന് ഒരു ഫിറ്റിംഗ് ആയിട്ടുള്ള ഫ്യൂണറൽ പ്ലേസ് കൊടുത്തില്ലെന്നുള്ള പേരിൽ കോൺഗ്രസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുറെ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ഒക്കെ ചെയ്തു. നിഗംബോധ് ഘട്ട് എന്ന് പറയുന്ന പൊതു ശ്മശാനത്തിലാണ്, നിഗംബോധ് ഘട്ട് എന്ന് പറയുന്ന പൊതു ശ്മശാനത്തിലാണ് മൻമോഹൻ സിംഗിന്റെ ഫ്യൂണറൽ നടത്തിയത്. അദ്ദേഹത്തിന് പിന്നെ ഒരു മെമ്മോറിയൽ സെപ്പറേറ്റ് ഒരു പ്ലേസ് കണ്ടെത്തി പണിയും എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്.
ഒരു പൊതു ശ്മശാനത്തില് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ 10 years പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന ആളിന്റെ ഈ ഫ്യൂണറൽ നടത്തിയത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. കാരണം ഒരു അല്ലാത്ത പഴയ മറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സിന് എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേസ് കണ്ടെത്തി അവിടെ തന്നെയാണ് നടത്തിയത്. പക്ഷേ കോൺഗ്രസിനെ ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പൂർണ്ണമായിട്ടുള്ള റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ രാഷ്ട്രീയം പറയുന്നതല്ല. PV നരസിംഹറാവു, ഹീസ് ദ ആർക്കിടെക്ട് ഓഫ് ലിബറലൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഈവൻ ഇഫ് everyone is crediting Manmohan Singh for the drastic changes witnessed after 1990s for the Indian economy, the man picked Dr. Manmohan Singh as the Indian finance minister is the former prime minister PV Narasimha Rao. Narasimha Rao ആണ് മൻമോഹൻ സിംഗിനെ പിക്ക് ചെയ്യുന്ന ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട്. നരസിംഹ റാവുവിന്റെ ലീഡർഷിപ്പിലാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് പിന്നീട് മാറിയ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗിന് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യയുടെ പിന്നീട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറിയ സോണിയാഗാന്ധിക്ക് പേഴ്സണൽ ഹേറ്റഡ് ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം മരിച്ച സമയത്ത് മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യ ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ. അന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സോണിയാഗാന്ധിയാണ്. അവർക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഡൽഹിയിൽ ഫ്യൂണറൽ കൊടുത്തില്ല. ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ നടത്തി അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ആന്ധ്രയിലാണ്. അപ്പം അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ഈ പറഞ്ഞ വിവാദങ്ങളിൽ പരസ്പരം അങ്ങനെ പരിചാരം ആർക്കും ഒരു അവകാശമില്ല. എല്ലാരും കുറ്റക്കാരാണ്. ഇപ്പൊ ആരും നല്ലവരല്ല. അപ്പൊ ഭരണത്തിരുന്ന സമയത്ത് എല്ലാവരും ഇതിന്റെ അപ്പുറമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും PV നരസിംഹറാവുമാണ് ഇന്ത്യയുടെ എക്കണോമിക് ലിബറലൈസേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന പ്രൈം മിനിസ്റ്റർ. നമ്മൾ ഏതെങ്കിലും PSC ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ മൻമോഹൻ സിംഗ് തന്നെയാണ് എക്കണോമിക് ലിബറലൈസേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന. മൻമോഹൻ സിംഗ് അല്ല, സോറി, നരസിംഹറാവു എക്കണോമിക് ലിബറലൈസേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന പ്രൈം മിനിസ്റ്റർ നരസിംഹറാവുമാണ്. ആ നരസിംഹറാവുവിന് ഡൽഹിയിൽ ഫ്യൂണറൽ പ്ലേസ് കൊടുത്തത് പോലുമില്ല. ഇത് ഡൽഹിയിൽ നിഗം ബോധ് ഘട്ടിൽ കൊടുത്തു. അത് പബ്ലിക് ഫ്യൂണറൽ പ്ലേസ് ആണെന്നുള്ളതാണ് ഇതിലിപ്പം വിവാദമായത്. പക്ഷേ മറ്റത് അവർക്ക് അദ്ദേഹത്തിന് 1991 തൊട്ട് 96 വരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരസിംഹറാവുവിന് ഫ്യൂണറൽ പ്ലേസേ ഡൽഹിയിൽ കൊടുത്തില്ല. കാരണം അദ്ദേഹം ഗാന്ധി ഫാമിലിയെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ ഭരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അപ്പൊ അത് പോട്ടെ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് പേജ്, സ്റ്റേറ്റ്സ് പേജിൽ പോകുമ്പോൾ സത്യം പറഞ്ഞ ഇന്നത്തെ സ്റ്റേറ്റ്സ് പേജിൽ ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല. ഞാനത് അതിനെക്കുറിച്ച് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് രാവിലെ നോക്കിയതാ. ഈ പേജിലൊന്നും ഒന്നും പറയല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ ആ പേജിലും വലിയ ന്യൂസുകളൊന്നും പറയാനില്ല. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ന്യൂസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റേറ്റ്സ് ന്യൂസുകളാണ്. ആ സ്റ്റേറ്റ് ന്യൂസുകളൊന്നും വലിയ നമുക്ക് അത്യാവശ്യമുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ന്യൂസുകളൊന്നും അല്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും പറയാനില്ല. ഓക്കെ, അതിനടുത്ത പേജ് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്താണ് നമുക്ക് നോക്കാം. ഡേഞ്ചറസ് സ്കൈസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഞാൻ ഇന്ന് ഫസ്റ്റ് ന്യൂസ് ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞത് സൗത്ത് കൊറിയയിൽ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി 179 പേര് മരിച്ചതിനെ കുറിച്ചും പറഞ്ഞു. ഒപ്പം 38 ആൾക്കാര് അസർബൈജാന്റെ പ്ലെയിൻ ക്രാഷായി മരിച്ചതിനെ കുറിച്ചും പറഞ്ഞു. പക്ഷേ ഇന്നത്തെ എഡിറ്റോറിയല് അസർബൈജാൻ പ്ലെയിൻ ക്രാഷിനെ കുറിച്ചാണ്. അപ്പൊ അസർബൈജാൻ പ്ലെയിൻ ക്രാഷ് നടന്നത് കസാക്കിസ്ഥാന്റെ ഒരു സിറ്റിയായ അക്തൗ എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ചാണ്. കസാക്കിസ്ഥാനി സിറ്റിയായ അക്തൗവിൽ വെച്ചാണ്. സത്യത്തിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ റെസ്പോൺസിബിൾ ആണ്. ഈ പ്ലെയിനില് യഥാർത്ഥത്തിൽ യുക്രൈൻ റഷ്യ വാർ ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം. യുക്രൈൻ റഷ്യ വാറിൽ ഇപ്പൊ അവസാന സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഞാനിത് ഒരു ഫോറിൻ അഫയേഴ്സ് എക്സ്പെർട്ടോ അല്ലെങ്കിൽ വാർ എക്സ്പെർട്ടോ ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് this Ukraine-Russia war is on the final stages because after Donald Trump comes to power in USA, he will take the initiative to end the war between Russia and Ukraine, and there will be some solutions for the Ukraine-Russia war. Appo njan believe ചെയ്യുന്നത് it is in the final stages. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേജസിൽ ഡ്രോൺ അറ്റാക്ക് ആണ് മെയിൻ ആയിട്ട് യുക്രൈൻ യൂസ് ചെയ്യുന്നത് ടു അറ്റാക്ക് റഷ്യാസ് ഇന്റീരിയർ പാർട്സ്. അപ്പൊ അതിൽ കുറച്ച് കൊളാറ്ററൽ ഡാമേജ് ഒക്കെ റഷ്യക്ക് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റഷ്യയുടെ അതിർത്തിയില് യുക്രൈന്റെ ഈ പറഞ്ഞ ഡ്രോൺസ്, മൈക്രോ ഡ്രോൺസ് എല്ലാം ഇങ്ങനെ വരുന്നതുകൊണ്ട് ഓൾവേസ് റഷ്യ ഈസ് യൂസിങ് ഇറ്റ്സ് എയർ ഡിഫൻസ് സിസ്റ്റം ടു ടാർഗറ്റ് ദീസ് യുക്രൈൻ ഡ്രോൺസ്. അപ്പൊ അത്തരത്തില് ഈ റഷ്യ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത സമയത്ത് അതിൽ നിന്നുള്ളൊരു പ്രൊജക്ടൈൽ from Russia's air defense system was hitted in this Azerbaijan plane that was going to land in Grozny. Grozny is the capital of Chechnya. Chechnya is a Russian province. Predominantly dominated by Russian Muslims.
അപ്പൊ ഈ റഷ്യൻ മുസ്ലിംസ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമാണ് ചെച്നിയ. ചെച്നിയയുടെ ക്യാപിറ്റലാണ് ഗ്രോസ്നിയ. ഗ്രോസ്നിയയിൽ ലാൻഡ് ചെയ്യാൻ വന്ന പ്ലെയിൻ ആണ് ഈ പറഞ്ഞ അസർബൈജാന്റെ ബാക്കൂൽ നിന്ന് പറന്നു വന്ന ഈ എംബ്രായർ എന്ന് പറഞ്ഞ പ്ലെയിൻ. എംബ്രായർ എന്ന് പറഞ്ഞ ഒരു ബ്രസീലിയൻ കമ്പനിയാണ്, അവരുടെ പ്ലെയിനാണ് ഇവിടെ തകർന്നത്. സൗത്ത് കൊറിയയിൽ തകർന്ന ബോയിങ്ങിന്റെ പ്ലെയിനുമാണ്. അപ്പൊ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് വന്ന ഒരു പ്രൊജക്റ്റിൽ പതിച്ചിട്ടാണ് ഈ പറഞ്ഞ അസർബൈജാന്റെ പ്ലെയിൻ തകർന്നതെന്ന് അസർബൈജാന്റെ പ്രസിഡന്റ് തന്നെ ഇപ്പൊ കൺഫേം ചെയ്യുന്നുണ്ട്. അസർബൈജാന്റെ പ്രസിഡന്റിന്റെ പേര് ഇവിടെ എവിടെയോ ഉണ്ട്, ഫ്രണ്ട് പേജിലൊക്കെ ഉണ്ടായിരുന്നു. അസർബൈജാന്റെ പ്രസിഡന്റിന്റെ പേര് ഇൽഹാം അലിയേവ് എന്നാണ്. ഇൽഹാം അലിയേവ് എന്ന് പറഞ്ഞ അസർബൈജാനി പ്രസിഡന്റ് ഓൾറെഡി കൺഫേംഡ് ദാറ്റ് റഷ്യൻ projectile emanated from Russia's air defense system is the reason for the crash of our plane എന്ന് അദ്ദേഹം കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് റഷ്യ ഇതൊരിക്കലും കൺഫേം ചെയ്തില്ല. Even if Russia didn't confirm that this crash was happened due to a projectile from Russian air defense system, Russian President Vladimir Putin apologized to Azerbaijan for this crash because the crash happened inside the territory of Russia. That's why we are apologizing for this incident എന്ന് പറഞ്ഞ് ഇന്നലെ അദ്ദേഹം അപ്പോളജൈസ് ഒക്കെ ചെയ്തു. അപ്പൊ എന്തായാലും ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത് ഈ റഷ്യ യുക്രൈൻ വാർ എത്രത്തോളം അപകടകരമാണെന്നും റഷ്യയുടെയും യുക്രൈന്റെയും അതിർത്തിയിലുള്ള പ്രദേശങ്ങളിലെ പ്ലെയിനുകളുടെ ലാൻഡിങ്ങും എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്നും എത്രത്തോളം അപകടകരമാണെന്നാണ്. കാര്യം ഈ പറഞ്ഞ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഏത് സമയത്തും റഷ്യക്ക് നേരെ വരുന്ന ഡ്രോൺസിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്സിഡൻസ് ഉണ്ടാവാം. ഈ ആക്സിഡൻസ് ഒഴിവാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കുക. ഈ റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബോത്ത് കൺട്രീസ് ഷുഡ് ആക്ട് പ്രാഗ്മാറ്റിക്കലി. ദാറ്റ് ഈസ് വാട്ട് ദിസ് എഡിറ്റോറിയൽ ഈസ് സെയിങ്. പ്രാഗ്മാറ്റിസം രണ്ട് സൈഡിൽ നിന്നും വേണം. ഈ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഒരു കാര്യം ചെയ്യണം, നാറ്റോ എന്ന് പറയുന്ന സംഭവത്തിന്റെ എക്സ്പാൻഷൻ തൽക്കാലം ഹോൾഡ് ചെയ്യണം. ബിക്കോസ് റഷ്യസ് മെയിൻ contention for attacking Ukraine is that Ukraine is going to join NATO. That is a security threat for us. That is what the Russian contention when they started attacking against Ukraine. Ukraine ഒരിക്കൽ പോലും അത് ഡിനൈ ചെയ്തിട്ടില്ല, ഞങ്ങൾ നാറ്റോയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നില്ല അന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ നാറ്റോയിൽ ജോയിൻ ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. അപ്പൊ അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോയുടെ ലീഡേഴ്സ് ഈ നാറ്റോയിൽ തൽക്കാലത്തേക്ക് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, യുക്രൈൻ എടുക്കൂലെന്ന് പറയണം. അത് മാത്രമാണ് ഇതിന് ഒരു സൊല്യൂഷൻ. അതുപോലെ റഷ്യ ഒരു എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടാക്കണം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ. റഷ്യയും വിട്ടുവീഴ്ചകൾ ചെയ്യണം. യുക്രൈന്റെ കുറെ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കണമെന്നാണ് യുക്രൈൻ ആവശ്യപ്പെടുന്നത്. അത് മുഴുവനും തിരിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ റഷ്യ തയ്യാറാകത്തില്ല, എന്നാലും കുറെ പ്രദേശങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഇത് മാത്രമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ വേ. അത് മാത്രമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ വേ എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. രണ്ടാമത്തെ കൊറിയൻ ഡ്രാമ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ കൊറിയൻ ഡ്രാമ എന്നുള്ള എഡിറ്റോറിയൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സൗത്ത് കൊറിയയിൽ നടന്ന ഈ പ്ലെയിൻ ക്രാഷിനെ കുറിച്ചാണ്. അതൊരു പക്ഷേ അടുത്തൊരു എഡിറ്റോറിയലായിട്ട് ഹിന്ദുവിൽ ഉടനെ വന്നേക്കാം. ബട്ട് ദിസ് എഡിറ്റോറിയൽ ഇസ് അബൌട്ട് ദ പൊളിറ്റിക്കൽ ഡ്രാമ ഹാപ്പനിങ് ഇൻ Korea. What is the political drama unveiling in Korea? You all know about it because I discussed about it many times. സൗത്ത് കൊറിയയില് അവിടുത്തെ പ്രസിഡന്റ് മാർഷ്യൽ ലോ പ്രഖ്യാപിച്ചതാണ് അവിടുത്തെ മെയിൻ പ്രശ്നമായി മാറുന്നത്. മാർഷ്യൽ ലോ എന്ന് പറഞ്ഞാൽ പട്ടാള നിയമം. സൗത്ത് കൊറിയയുടെ പഴയ പ്രസിഡന്റിന്റെ പേര് യൂൺ സുക് ഇയോൾ എന്നാണ്. ഈ യൂൺ സുക് ഇയോള് അവിടെ മാർഷ്യൽ ലോ അല്ലെങ്കിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഈ അവിടെ സത്യത്തിൽ പട്ടാളം ഭരിച്ചുകൊണ്ടിരുന്ന മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടായിക്കൊണ്ടിരുന്ന രാജ്യമാണ്. 1980s ബിഗിനിങ് വരെയും അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് democracy came into existence in South Korea, and South Korea made gigantic progress in all spheres of economy. One of the most modern economies in Asia is South Korea, like അല്ലെങ്കിൽ ജപ്പാൻ, ചൈന ഒക്കെ പോലുള്ള രാജ്യങ്ങളെ പോലെ ഒരു മോസ്റ്റ് മോഡേൺ എക്കോണമി ആയിട്ട് അവർ പിന്നീട് വളർന്നു. എന്നാലും ഗോസ്റ്റ് ഓഫ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഈസ് സ്റ്റിൽ ഹോണ്ടിങ് സൗത്ത് കൊറിയൻ പീപ്പിൾ. അപ്പൊ ഇവിടെ മാർഷ്യൽ ലോ പ്രഖ്യാപിക്കാനുള്ള കാരണമായിട്ട് യൂൺസിക് ഇയോള് പറഞ്ഞു വെച്ചാല് നോർത്ത് കൊറിയയൊക്കെ ഉള്ളുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള കുറെ പൊളിറ്റീഷ്യൻസ് സൗത്ത് കൊറിയയുടെ പ്രോഗ്രസ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. സോ
ഞാൻ ഈ മാർഷൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിന്റെ കാരണം മാർഷൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം അതൊന്നും അല്ലായിരുന്നു യഥാർത്ഥത്തിൽ. യഥാർത്ഥ കാരണം ഈ പാർട്ടിയുടെ പേരെന്ന് ഞാൻ പറഞ്ഞില്ല, പാർട്ടീസിന്റെ പേര് യൂൺ സിക് യോളിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന പ്രതിപക്ഷത്തിന്റെ പേര് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ യൂൺ സിക് യോളിന്റെ പാർട്ടിക്ക് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയെങ്കിലും അവിടുത്തെ പാർലമെന്റിൽ ഭൂരിപക്ഷം ഇല്ല. ഇത് പല ഫോറിൻ കൺട്രീസിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ജർമ്മനിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി അവർക്കാണ് അവിടുത്തെ പാർലമെന്റ് നാഷണൽ അസംബ്ലിയുടെ ഇലക്ഷനിൽ നാഷണൽ അസംബ്ലിയിൽ ഭൂരിപക്ഷം കിട്ടിയത്. അപ്പം അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് അവിടെ റിഫോംസ് നടപ്പാക്കാനോ പ്രോപ്പറായിട്ട് ഭരിക്കാനോ പറ്റതായ കാര്യം. ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാർലമെന്റിന്റെ സപ്പോർട്ട് വേണം. പക്ഷെ പാർലമെന്റ് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ ദ ഒപ്പോസിഷൻ ഡെമോക്രാറ്റിക് പാർട്ടി. ഒപ്പോസിഷൻ പാർട്ടികൾ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അവിടെ പിന്നീട് പാർലമെന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ പതുക്കെ യൂൺസിക് ഇയാളുടെ പേര് എപ്പോഴും ഞാൻ മറന്നു. യൂൺസുക് ഇയോളിന് ഈ റിഫോംസ് ഒന്നും നടപ്പാക്കാൻ പറ്റാതായി, പരിഷ്കരണങ്ങൾ ബഡ്ജറ്റ് പോലും പാസ്സാക്കാൻ പറ്റാതായി. അദ്ദേഹം ആകെ ഡിപ്രസ്ഡ് ആയി. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു സപ്പോർട്ട് നഷ്ടപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ് വരെ 20% താഴെയായിട്ട് കുറഞ്ഞു. അപ്പൊ അവിടെ വീണ്ടും നടന്ന ഇതുപോലുള്ള പാർലമെന്റ് ഇലക്ഷനിൽ വീണ്ടും ഈ ഒപ്പോസിഷൻ പാർട്ടി തന്നെ അവിടെ നാഷണൽ അസംബ്ലിയെ കൺട്രോൾ ചെയ്ത രീതിയിൽ അവർക്ക് സീറ്റ്സ് കിട്ടി. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാവത്തില്ല, നമുക്ക് ഭരിച്ചുകൊണ്ട് ഭരണം നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം ഈ മാർഷൽ ലോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷെ അത് സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ ഭയങ്കര വികാരം ഈ പ്രസിഡന്റിന് അഗേൻസ്റ്റ് ആക്കി. കാര്യം എന്താണ്, ജനങ്ങൾ ഈ ഡിക്റ്റേറ്റർഷിപ്പ് കണ്ട് മടുത്തവരാണ്. സോ ഈ മാർഷൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് പഴയ ഒരു തിരിച്ചുപോക്ക്, പഴയ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിലേക്കുള്ള ആ മെമ്മറീസ്, തിരിച്ചുപോക്കിന്റെ മെമ്മറീസ് അവരിൽ ഉണർത്തുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ ഒപ്പോസിഷൻ ഇയാളെ ഇംപീച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെ യൂൺസുക് ഇയോളിന് അധികാരത്തിൽ നിന്ന് പുറത്ത് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അവിടുത്തെ നിയമം അനുസരിച്ച് വൺസ് ഇംപീച്ച് ചെയ്താല് പുള്ളിക്ക് പ്രസിഡന്റ് പദവിയിൽ നിന്ന് പോവേണ്ടി വരുമെങ്കിലും, പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെങ്കിൽ അവിടെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പവർ പുള്ളിക്ക് നഷ്ടപ്പെടും. പക്ഷേ കംപ്ലീറ്റ്ലി ഓഫ് പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിൽ മൊത്തം 9 ജഡ്ജിമാരാണ് ഉള്ളത്. ആ 9 ജഡ്ജിമാരിൽ ഭൂരിപക്ഷത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ്ലി പുറത്താവൂ. ഇംപീച്ച് ചെയ്യപ്പെട്ടാല് പവർ അയാൾക്ക് നഷ്ടപ്പെടും. പക്ഷെ അയാള് കംപ്ലീറ്റ്ലി ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ മാക്സിമം നമ്പർ ഓഫ് ജഡ്ജസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് ഷുഡ് സപ്പോർട്ട് ദിസ് മൂവ്മെന്റ്. ഈ ഇംപീച്ച്മെന്റ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിൽ ഞാൻ പറഞ്ഞ 9 ജഡ്ജിമാരാണ് അവിടെ ഉള്ളതെന്ന്. അവിടെ 3 ജഡ്ജിമാരുടെ വേക്കൻസി വന്നു. ഈ 3 ജഡ്ജിമാരുടെ വേക്കൻസി വന്നപ്പോ ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ്, ഇപ്പൊ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ഉണ്ട്. ഈ ആക്ടിംഗ് പ്രസിഡന്റിന്റെ പേര് ഹാൻ ഡക് സു എന്നാണ്. അയാളുടെ പേരൊന്നും പഠിക്കണ്ട, ഹാൻ ഡക് സു. അയാള് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിലെ 3 വേക്കൻസിയിലേക്ക് ജഡ്ജിമാരെ ഫില്ല് ചെയ്യാതായി. കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിലെ 3 ജഡ്ജിമാരെ വേക്കൻസി ഉണ്ടെന്ന് ഈ 3 ജഡ്ജിമാരെ വേക്കൻസിയിലേക്ക് പുതിയ ആക്ടിംഗ് പ്രസിഡന്റ് ജഡ്ജിമാരെ ഫില്ല് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ആക്ടിംഗ് ജഡ്ജിനെ ഇംപീച്ച് ചെയ്തേക്കാണ് അവിടെ. ആക്ടിംഗ് പ്രസിഡന്റിനെയും ഇംപീച്ച് ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റിനെ, ഒറിജിനൽ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെട്ട് പവേഴ്സ് ഇല്ലാതായല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ഉണ്ട്. ഈ ആക്ടിംഗ് പ്രസിഡന്റിനെ ഇപ്പൊ ഇംപീച്ച് ചെയ്തേക്കാം. ഇംപീച്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? ഹിസ് റിലക്ടൻസ് ടു അപ്പോയിന്റ് ന്യൂ ജഡ്ജസ് ടു ദ 3 വേക്കൻസീസ് അറൈസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിൽ 9 ജഡ്ജിമാരുണ്ട്. അതിൽ 3 ജഡ്ജിമാരെ വേക്കൻസി വന്നു. ആ 3 ജഡ്ജിമാരെ അദ്ദേഹം പുതിയ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. എത്തിയോ? ഞാൻ വിളിക്കുന്നത് ക്ലാസ്. ഓക്കെ. അപ്പോ പക്ഷെ അതിന് ഈ ആക്ടിംഗ് പ്രസിഡന്റിനെ അതുകൊണ്ട് എന്തോ ഇത് ഇംപീച്ച് ചെയ്തു. പക്ഷെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ കാരണം അതല്ല, എനിക്ക് ഇതിന് ഉള്ള പവർ ഇല്ല. ഒരു പെർമനന്റ് പ്രസിഡന്റിന് മാത്രമേ, ഒരു ഫുൾ ടൈം പ്രസിഡന്റിന് മാത്രമേ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശം ഉള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അവിടെ ഇപ്പൊ ആകെപ്പാടെ ഒരു കയോട്ടിക് സിറ്റുവേഷനിൽ പോയേക്കാണ്. സൗത്ത് കൊറിയ, വൺ ഓഫ് ദ ലീഡിംഗ് എക്കോണമീസ് ഇൻ ഏഷ്യ, is going through a political turmoil, and if it is not addressed immediately, it will create disaster consequences for South Korean economy. Especially South Korean economy is going through a rough patch. It is facing some turbulences in the economy. So അത് അവരുടെ എക്കോണമിയെ ബാധിക്കാം. അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം will also collapse, because even if that military dictatorship is entered in the year of 1980-81,
that ghost of military dictatorship is still haunting the entire country. If the problem like this persists for a longer period, those forces will be strengthened and they will try to capture the power in the power of the country, and democracy once again will perish or collapse in that country. അതുകൊണ്ട് അവിടുത്തെ ഒപ്പോസിഷനും റൂളിംഗ് പാർട്ടിയും കൂടെ എത്രയും പെട്ടെന്ന് ഒരു കൺസെൻസസിൽ എത്തി ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ എക്കോണമികളിൽ ഒരെണ്ണമായ സൗത്ത് കൊറിയൻ എക്കോണമിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒക്കെയാണ് അവിടെയുള്ളത്. പിന്നെ ആർട്ടിക്കിൾസിൽ വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ച്, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയെ കുറിച്ചും ഒക്കെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് നിങ്ങൾ വായിച്ചോളുക. വൺ നേഷൻ വൺ ഇലക്ഷന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് ഇതിന്റെ അകത്ത് കൂടുതലായിട്ട് പറയുന്നില്ല. യഥാർത്ഥത്തിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ ഇൻഡയറക്ട്ലി കുറച്ചൊക്കെ നല്ലതാണെന്നുള്ള രീതിയിൽ അതിന്റെ അകത്ത് പറയുന്നത്. പക്ഷേ വൺ നേഷൻ വൺ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അമെന്റ്മെന്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ സമയം പബ്ലിക് ഫീഡ്ബാക്കിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുക്കണമായിരുന്നു. അതായത് പബ്ലിക്കിന്റെ ഫീഡ്ബാക്ക്, അതായത് നമ്മളെപ്പോലുള്ള പബ്ലിക്കിന്റെ ഫീഡ്ബാക്ക് എടുക്കാൻ നോക്കാം. 2 അമെന്റ്മെന്റ്സ് ആണല്ലോ മെയിൻ ആയിട്ട് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതെല്ലാം കൂടി ഒരുമിച്ച് നടത്തുന്നുള്ള 129th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലും 129th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് ആണ് ഒരെണ്ണം. രണ്ടാമത്തെ അത് യൂണിയൻ ടെറിട്ടറീസ് പുതുച്ചേരി, ഡൽഹി, അതുപോലെ പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ഈ 3 യൂണിയൻ ടെറിട്ടറീസിന്റെ ഇലക്ഷനും ഈ പറഞ്ഞ എല്ലാ ഇലക്ഷനും ഒരുമിച്ച് ഒപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള യൂണിയൻ ടെറിട്ടറീസ് ലോസ് അമെന്റ്മെന്റ് ബിൽ 2024. ഇങ്ങനെ 2 അമെന്റ്മെന്റ് ആണ് പാർലമെന്റിൽ ഇപ്പം ലോക്സഭയിൽ അവതരിപ്പിച്ചത്. രാജ്യസഭയിലേക്ക് വിടുന്നതിന് മുമ്പ് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടേക്കാണ്, JPCക്ക്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാൻ. അപ്പൊ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്ന ഈ സംഭവം പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ട് കുറച്ചു കാലം വച്ചായിരുന്നു. പബ്ലിക് ഒപ്പീനിയന് വേണ്ടി 10 ദിവസമേ കൊടുത്തുള്ളൂ പബ്ലിക്കിന്റെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി. യഥാർത്ഥം 30 ദിവസം പബ്ലിക്കിന്റെ ഫീഡ്ബാക്ക് എടുക്കണമെന്ന് ഓൾറെഡി 2014 തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി. ആ കീഴ്വഴക്കങ്ങളൊക്കെ ഇവിടെ ലംഘിച്ചു എന്നാ പറഞ്ഞത്. പിന്നെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന സംഭവത്തിന്റെ കുറച്ച് കുറവുകളെ കുറിച്ചും കുറ്റങ്ങളെ കുറിച്ചും ഒക്കെ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് വെച്ചാൽ നമ്മള് പീപ്പിൾ, നമ്മളെപ്പോലുള്ള ആൾക്കാര് റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ ത്രൂ വോട്ട് ഇലക്ട് ചെയ്ത് പാർലമെന്റിലേക്ക്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്ക് വിടുന്നു. അവർ നമുക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റേറ്റീവ്സുമായിട്ട് ഭരിക്കുന്നു. ആ ഒരു സിസ്റ്റത്തിനാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ അത് തന്നെയാണ്, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ കുറച്ച് പോരായ്മകളുണ്ട്. അത് ജയപ്രകാശ് നാരായണൻ എന്നൊക്കെ പറയുന്ന വലിയ പൊളിറ്റിക്കൽ സ്റ്റാൾവാർട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ എമർജൻസി പീരീഡിലൊക്കെ ഇന്ദിരാഗാന്ധിയെ ഒരുപാട് ടോർച്ചർ ചെയ്ത മനുഷ്യനാണ് ജയപ്രകാശ് നാരായണൻ. അപ്പൊ അദ്ദേഹമൊക്കെ ഈ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ കുറെ പോരായ്മകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും ആ പോരായ്മകൾ ഉള്ളതാണെന്നും ആ പോരായ്മകൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഈ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി രക്ഷപിടിക്കാൻ പോകുന്നില്ല, ഈവൻ ഇന്ത്യയിലും മറ്റു ലോക രാജ്യങ്ങളിലും ഒക്കെ. അപ്പോൾ ഈ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ പോരായ്മകൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ ഈ പറയുന്നത്. അപ്പൊ ഇത് പ്യൂ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. അവർ നടത്തിയ റിസർച്ചിൽ ഈവൻ അമേരിക്കയിൽ പോലും മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ എനി അതർ ഫോം ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ആണ് നല്ലത് ആസ് കമ്പയർഡ് ടു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്നാണ് ആ ഫൈൻഡിങ്സ് കണ്ടെത്തിയേക്കുന്നത്. ഈ പ്യൂ റിസർച്ച് ഇന്ത്യയിലും അവർ മെജോറിറ്റി ആൾക്കാരും ഡിക്റ്റേറ്റർഷിപ്പാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതോറിറ്റേറിയൻ റൂൾ. ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയിൽ പാർലമെന്റിൽ നിന്ന് മൈൻഡ് ചെയ്യാതെ അതോറിറ്റേറിയൻ റൂൾ നടപ്പാക്കിയാൽ അതാണ് നല്ലതെന്നാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ബ്രസീലിലും US-ലും UK ഒക്കെ അതാണ് ഫൈൻഡിങ്. അത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ കുറെ ഡ്രോബാക്സ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതൊക്കെ ഈ ആർട്ടിക്കിളിൽ അത് പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അത് ഇതൊക്കെയാണ്. പിന്നെ ചലഞ്ച് ഓഫ് ഹോൾഡിംഗ് ജഡ്ജസ് അക്കൗണ്ടബിൾ. അത് ഈ ആർട്ടിക്കിൾ എന്താണ് ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ജഡ്ജിമാര് അക്കൗണ്ടബിൾ അല്ല എന്നാണ്. നമ്മൾ ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ പോലും ഇതിന്റെ അകത്ത് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇന്ത്യയിലെ പഴയ ചില ചീഫ് ജസ്റ്റിസുമാരൊക്കെ, ചില കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാർ അല്ലെങ്കിൽ ജഡ്ജിമാർ ഒക്കെ തെറ്റുകൾ കാണിക്കുമ്പോൾ ഇംപീച്ച്മെന്റ് വഴിയാണ് നമുക്ക് പുറത്താക്കേണ്ടതാണ്. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 124(5). ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 124(5) സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കറപ്ഷൻ, അങ്ങനെയൊക്കെയുള്ള മിസ്ഡീഡ്സ് ബേസിൽ അവരെ ഇംപീച്ച്മെന്റ് ചെയ്ത് പുറത്താക്കാൻ ഉള്ള പ്രൊവിഷൻസ് ആ പറഞ്ഞ ആർട്ടിക്കിൾ 124(5) എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഈ ചീഫ് ഇംപീച്ച് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു
ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. ജഡ്ജസ് എൻക്വയറി ആക്ട് 1968. ഈ ജഡ്ജസ് എൻക്വയറി ആക്ട് 1968ന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യണം. ഈ എൻക്വയറി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ 3 പേര് വേണം. ഒന്ന്, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി. 2, ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. 3, ഒരു എമിനന്റ് ജൂറിസ്റ്റ്. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി, സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ജഡ്ജി മതി, ചീഫ് ജസ്റ്റിസ് വേണമെന്നൊന്നുമില്ല. ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്, ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, പിന്നെ ഒരു എമിനന്റ് ജൂറിസ്റ്റ്. ഈ 3 പേര് ചേർന്ന ഒരു സമിതി വേണം ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് അഗേൻസ്റ്റ് ആയിട്ട്, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജിക്ക് അഗേൻസ്റ്റ് ആയിട്ട് എൻക്വയറി നടത്തേണ്ടത് ആസ് പെർ ദ ജഡ്ജസ് എൻക്വയറി ആക്ട് 1968. ഈ ഇവരുടെ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഇംപീച്ച്മെന്റിന് ഇപ്പോ നമ്മളുടെ പാർലമെന്റില് ഇപ്പൊ 2 ഘടകങ്ങളുണ്ട്. രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. ഈ ലോക്സഭയില് ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയിൽ രാജ്യസഭാ ചെയർമാൻ ഈ പറഞ്ഞ ജഡ്ജിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് കരുതിക്കോ. അപ്പൊ ഈ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് അക്സെപ്റ്റ് ചെയ്ത് ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യസഭയില് അവിടുത്തെ പ്രസന്റ് ആയിട്ടുള്ള MP-മാരുടെ 2/3 മെജോറിറ്റിയുടെ സപ്പോർട്ട് വേണം. ലോക്സഭയിലാണെങ്കിൽ 2/3 മെജോറിറ്റിയുടെ സപ്പോർട്ട് വേണം. ഈ 2 സഭയില് 2/3 മെജോറിറ്റിയുടെ സപ്പോർട്ടോട് കൂടി ഈ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സായാലേ ഇവർ റിമൂവ് ചെയ്യപ്പെടുള്ളൂ. പക്ഷേ ഈ ഞാൻ പറഞ്ഞു, ഈ ഒരു ഇൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിക്കുക അവർക്കെതിരെ. ഈ പറഞ്ഞ ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 പ്രകാരം ഒരു 3 പേര് ചേർന്ന ഒരു സമിതി. അതില് ഇവരുടെ സുപ്രീം കോടതിയുടെ ജഡ്ജിയുണ്ട്, ഹൈക്കോടതികളിലെ ഏതെങ്കിലും ഒന്നിന്റെ ചീഫ് ജസ്റ്റിസ് ഉണ്ട്, അതുപോലെ ഒരു എമിനന്റ് ജൂറിസ്റ്റ് ഉണ്ട്. ഇവര് എൻക്വയറി നടത്തുന്നു. ആ കമ്മിറ്റി എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുമ്പം അവര് ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ കണ്ടെത്തിയെന്ന് കരുതിക്കോ ഈ ജഡ്ജിക്കെതിരെ. പക്ഷേ ഈ ജഡ്ജി ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്ങിനൊന്നും കാത്തിരിക്കാതെ, അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ് വല്ലതും നടന്നുകൊണ്ടിരിക്കുമ്പം റിസൈൻ ചെയ്ത പിന്നെ ഈ എൻക്വയറി കമ്മിറ്റി പിന്നീട് ഫർദർ ആയിട്ട് ഒരു എൻക്വയറീസ് അവർക്കെതിരെ നടത്തത്തില്ല. അതിനുള്ള എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ടുണ്ട്, ചില ജഡ്ജിമാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ജഡ്ജി ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ റിസൈൻ ചെയ്ത് വീട്ടിൽ പോയി സുഖമായിട്ടിരിക്കുകയോ അതിനുശേഷം അയാൾ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഈവൻ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയാണോ ഈവൻ ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററിന്റെ കേസിൽ പോലും നടക്കുന്ന? അവരെന്തെങ്കിലും കറപ്ഷൻ നടത്തിയിട്ട് കണ്ടെത്തിയാൽ ആ കറപ്ഷൻ അവർ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ചിലപ്പോൾ അവരെ പബ്ലിക് ലൈഫ് തന്നെ അവരുടെ അവസാനിക്കും. പക്ഷെ ഇന്ത്യയിൽ ജഡ്ജിമാരുടെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നമില്ല. ഇവര് കള്ളന്മാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പോലും ഈ കള്ളത്തരം കാണിച്ച ആള് അവര് റിസൈൻ ചെയ്ത് പോയാൽ അവർക്കെതിരെയുള്ള കംപ്ലീറ്റ് എൻക്വയറി പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മളെ ഇന്ത്യയിൽ ജഡ്ജിമാരെ അക്കൗണ്ടബിൾ ആക്കാൻ ഭയങ്കര പാടാണെന്നാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ഭരണഘടന ഉണ്ടാക്കി വെച്ചേക്കുന്നത് അറിഞ്ഞുകൂടെന്നാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? മറ്റെല്ലാവരെയും പോലെ ജഡ്ജിമാരിലെ ഏറ്റവും നിയമത്തിന് വിധേയമായിട്ട് ഏറ്റവും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് അവർക്ക്, അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് അവർക്ക് കള്ളത്തരം കാണിക്കാനുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഓപ്ഷൻസ്. അപ്പൊ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ സ്മോൾ സേവിംഗ് സ്കീമുകൾ കുറെ ഉണ്ടതിന്റെ റേറ്റ് ഉടനെ കട്ട് ചെയ്യുമെന്നാ പറയുന്നത്. സ്മോൾ സേവിംഗ് സ്കീമുകൾ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് PPF, KVP, NSC, SSY, സീനിയർ സിറ്റിസൺസ്. ഈ PPF എന്ന പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, ഇതിന്റെയൊക്കെ എക്സ്പാൻഷൻ പഠിച്ചത്. PPF പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. നമുക്ക് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇന്ത്യൻ പൗരന്മാർക്ക്. KVP കിസാൻ വികാസ് പത്ര എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. NSC നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. SSY നിങ്ങൾക്കൊക്കെ അറിയാം, സുകന്യ സമൃദ്ധി യോജന, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ബാക്കി 3 ആർക്കും തുടങ്ങാം. അപ്പൊ ഇതിലെല്ലാത്തിലും അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. സുകന്യ സമൃദ്ധിയിൽ 8.2% ഉണ്ട്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലും 8.2% ഉണ്ട്. ഇത് രണ്ടിനാണ് ഏറ്റവും കൂടുതൽ. കിസാൻ വികാസ് പത്രയ്ക്കും നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിനും 7.5ഉം 7.7ഉം റെസ്പെക്റ്റീവ്ലി. പിന്നെ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന് 7.1%. ഇതൊക്കെ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് റേറ്റുകളാണ്. അത് സ്മോൾ സേവിംഗ് സ്കീമുകളാണ്. സാധാരണക്കാരൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ ആയതുകൊണ്ടാണ് ടു പ്രൊമോട്ട് ദ സേവിംഗ്സ് ഹാബിറ്റ് ഇൻ ദ കോമൺ മെൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു give more interest rate as compared to FD and all other forms of savings in the savings instruments. അപ്പം ഈ സേവിങ്സ് ഇൻസ്ട്രുമെന്റിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത് പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റുകൾ കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ പൊതുവെ റിപ്പോ റേറ്റും എല്ലാം കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സിക്വന്റ്ലി ഈ പറഞ്ഞ PPF-ലെയും KVP-ലെയും NSC-ലെയും SSY-യിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് അത്. പിന്നെ പേമ ഖണ്ഡു, അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ, അവിടെ വരാൻ പോകുന്ന ഒരു ഡാം, സിയാങ് എന്ന് പറയുന്ന നദിയിൽ സിയാങ് ഒരു ഡാം പ്രോജക്ട്, സിയാം എന്ന് പറയുന്ന ഒരു ഡാം പ്രോജക്ട് വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകളാണ് ഇതിനകത്ത് വരുന്നത്. ചൈന ബ്രഹ്മപുത്ര റിവറിൽ വേൾഡിലെ ലാർജസ്റ്റ് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പോയത്.
അത് അറിഞ്ഞു വെച്ചേക്ക. ചൈന ഈസ് ഗോയിങ് ടു കൺസ്ട്രക്ട് എ ഡാം ഇൻ ബ്രഹ്മപുത്ര റിവർ വിച്ച് ഈസ് touted as the biggest hydroelectric power hydroelectric ആണോ അതിന് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണോ ബിഗ്ഗസ്റ്റ് ഡാം എന്ന് പറയുന്നത് വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഡാം പ്രോജക്റ്റ്. അതെവിടെയാണ് വരാൻ പോകുന്നത്, ആരാണ് കൺസ്ട്രക്ട് എന്ന് അറിയുക. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ ബ്രഹ്മപുത്ര റിവർ ബൈ ചൈന. ടിബറ്റിലാണ് വരുന്നത്. ടിബറ്റിൽ ഒക്കെ ബ്രഹ്മപുത്ര റിവർ ടിബറ്റിൽ നിന്ന് ഒഴുകിയാണ് അരുണാചൽ പ്രദേശ് വഴി ബംഗ്ലാദേശിലോട്ടൊക്കെ പോകുന്നത്. അപ്പം $137 ബില്യൺ മുടക്കി വേൾഡിലെ ലാർജസ്റ്റ് ഡാം ബ്രഹ്മപുത്ര റിവറിൽ ടിബറ്റിൽ ചൈന കൺസ്ട്രക്ട് ചെയ്യുക. അത് ഇന്ത്യക്കൊക്കെ കുറച്ച് ദോഷം ഉണ്ടാക്കുമെന്നാ പറയുന്നത്. അതല്ല ഇതീ പറയുന്നത് സിയാങ് എന്ന് പറഞ്ഞ പ്രോജക്ട്. സിയാങ് ഈസ് എ റിവർ ഇൻ അരുണാചൽ പ്രദേശ്. അഗൈൻ എ റിവർ ഇൻ അരുണാചൽ പ്രദേശ് ഈസ് സിയാങ്. ബ്രഹ്മപുത്ര ഈസ് ഓൾസോ ഫ്ലോയിങ് ത്രൂ അരുണാചൽ പ്രദേശ്. അപ്പൊ ഈ സിയാങ് എന്ന് പറഞ്ഞ റിവറിൽ ഇന്ത്യയുടെ ഒരു വലിയൊരു പ്രോജക്ട് 1.13 lakh crore ഒരു ഡാം പ്രോജക്ട് വരുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോ വേറൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ മോഡി അനൗൺസസ് എ സീരീസ് ഓഫ് ഇവന്റ്സ് ടു മാർക്ക് 75 years of constitution. 75 years of constitution. You all know that India is now celebrating the 75 years of constitution adoption by the Constituent Assembly. Indian constitution was adopted by Constituent Assembly in the year of 1949. Exact date was November 26. That's why November 26 being celebrated as Constitution Day in India. So it is a 75th year of adoption of Indian Constitution by Constituent Assembly. Government of India is promoting various events to celebrate the 75th anniversary of adoption of Indian Constitution by Constituent Assembly. അതിൽ ചിലതിനെ കുറിച്ച് മൻ കി ബാത്ത് എന്ന് പറഞ്ഞ മോദിയുടെ പ്രോഗ്രാം. മൻ കി ബാത്ത് ഈസ് ദ റേഡിയോ അഡ്രസ് ഓഫ് നരേന്ദ്ര മോദി. ദാറ്റ് ഇസ് എ മന്ത്ലി പ്രോഗ്രാം ആണ്. ഡെയിലി അല്ലാതെ അല്ലെങ്കിൽ വീക്കിലി അല്ല, മന്ത്ലി പ്രോഗ്രാം ആണ്. മന്ത്ലി മൻ കി ബാത്ത് എന്നുള്ള പ്രോഗ്രാം വഴി അദ്ദേഹം ഇന്ത്യയിലെ ആൾക്കാരെ അഡ്രസ് ചെയ്യുക. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് constitution75.com എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. constitution75.com. ആ പോർട്ടല് കയറി നമ്മള് പിന്നീട് പ്രിയാമ്പിൾ വായിക്കണം കോൺസ്റ്റിറ്റ്യൂഷന്റെ. അതിന്റെ വീഡിയോസ് നമ്മൾ അത് ആ പോർട്ടലിന്റെ അകത്ത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോയാണ്. വേവ്സ് എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത്. വേവ്സ് വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ്. വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് ഈ വർഷം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വെച്ച് വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. അത് എവിടെ വെച്ചാണെന്ന് ഇനി പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഡൽഹിയിൽ വെച്ചായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. പിന്നെ PM ഇന്റേൺഷിപ്പ് സ്കീമിനെ കുറിച്ച് ഇതിലൊരു ന്യൂസ് ഉണ്ട്. PM ഇന്റേൺഷിപ്പ് സ്കീം അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി. ദിസ് ഇയർ when Nirmala Sitharaman presented budget, she proposed a new skill training program known as PM internship program. അത് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. 1 crore ഇന്ത്യൻ യൂത്തിന് 500 ഇന്ത്യൻ കമ്പനീസിൽ ട്രെയിനിങ് കൊടുക്കും. 1 crore ഇന്ത്യൻ യൂത്തിന് 500 ടോപ്പ് നോച്ച് ഇന്ത്യൻ കമ്പനീസിൽ അപ്രന്റീസ്ഷിപ്പ് കൊടുക്കും. അപ്പോൾ അതിൽ 5,000 rupees വെച്ച് സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടും. അതിൽ 4,500 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നതാണ്. 500 rupees ആ കമ്പനി കൊടുക്കും. അങ്ങനെയാണ് 5,000 ടോട്ടലി. ദെൻ 1 time പേയ്മെന്റ് ആയിട്ട് ഒരു 6,000 rupees അല്ലാതെയും കൊടുക്കും. അങ്ങനെ ടോട്ടൽ 12 months 5,000, 60,000 പ്ലസ് 6,000, 66,000 rupees ഒരു ഇയറിൽ കിട്ടും. അപ്പൊ അതാണ് PM ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട് ഇതിനകത്ത്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ മുംബൈയിലെ രണ്ടാമത്തെ എയർപോർട്ട് വരിക. മുംബൈയില് ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ടാണ് മുംബൈയിലുള്ള എയർപോർട്ട്. മുംബൈ അത്രയും വലിയൊരു സിറ്റിയാണ്. നവി മുംബൈ എയർപോർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് എയർപോർട്ട് ഈസ് കമ്മിങ് അപ്പ് ഇൻ മുംബൈ. ഇറ്റ് വിൽ ബി ഓപ്പറേഷണൽ സൂൺ. അതിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകളും എല്ലാം കണ്ടക്ട് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണ്. അപ്പൊ അറിഞ്ഞിരിക്കാൻ മുംബൈയിൽ രണ്ടാമത്തെ എയർപോർട്ടുകൾ നവി മുംബൈയിലാണ്. പിന്നെ ISRO PSLV C60 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന അവരുടെ ഒരു ടെസ്റ്റ് നടത്തിയ സ്പെയ്ഡെക്സ് എന്ന് പറഞ്ഞാല് രണ്ട് സാറ്റലൈറ്റ് പോലുള്ള പേടകങ്ങളെ ബഹിരാകാശത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇത് പരീക്ഷിക്കുന്ന സ്പെയ്ഡെക്സ്. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇത് കണ്ടക്ട് സക്സസ്ഫുള്ളി ചെയ്താൽ ലോകത്തിൽ അങ്ങനെ ചെയ്യുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും. അപ്പൊ സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന സംഭവത്തിൽ എന്താ ചെയ്യുന്നത്?
2 satellites will be launched using PSLV C60 and it will be combined, it will be joined together in the ഓർബിറ്റിൽ വെച്ചായിരിക്കും ഇതിന്റെ രണ്ടിനോട് ജോയിൻ ചെയ്യുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഇന്റർപ്ലാനറ്ററി മിഷൻസിന് മൂണിൽ പോയി തിരിച്ചു വരുന്നതിന്, മൂണിൽ നിന്ന് സോയിൽ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്നതിന്, ഇന്ത്യയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമ്മൾ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോയാൽ 2035-40 കൂടി നമ്മൾ ഇതിനെല്ലാത്തിനും ഈ ഒരു കാര്യം സ്പേസ് സ്റ്റേഷൻ എന്ന് പറയാൻ എന്താണ്, ഒറ്റയടിക്ക് നമ്മൾ ഇവിടുത്തെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയാണ് ചെയ്യുന്നത്. അല്ല, ഒരുപാട് ഘടകങ്ങൾ ഇവിടെ കൊണ്ട് അവിടെ കൂട്ടി വെച്ചിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ആണ് സ്പെയ്ഡെക്സ് PSLV 60 ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുന്നത്. സക്സസ്ഫുൾ ആവാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഈ വർഷത്തെ അവരുടെ അവസാനത്തെ പ്രോജക്റ്റ്. ഈ വർഷം ഇന്നും നാളെയും കൂടെ അല്ലേ ഉള്ളൂ, അത് ഇന്നാണെന്ന് തോന്നുന്നു ലോഞ്ച്. അപ്പൊ പിന്നെ യൂണിയൻ കാർബൈഡ് ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. യൂണിയൻ കാർബൈഡ് ഫാക്ടറി നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് 1984 യൂണിയൻ കാർബൈഡ് ഫാക്ടറി. in 1984 യൂണിയൻ കാർബൈഡ് ഫാക്ടറി witnessed a leakage of toxic methyl isocyanate gas. അല്ലെ, മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ലീക്കേജ് ഉണ്ടായി 1984. ത്രൂ ദാറ്റ് ഇൻസിഡന്റ് thousands of people died and many are still suffering because of the after effects of that gas leakage. അപ്പൊ അതിന്റെ 40 വർഷത്തിൽ കൂടുതലായെങ്കിൽ ഇപ്പോഴും അവിടുന്ന് ആ ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ റിമൂവ് ചെയ്തില്ലായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതിയിലെ കർശന നിയന്ത്രണത്തിൽ അപ്പം അവിടുത്തെ ടോക്സിക് വേസ്റ്റ് റിമൂവ് ചെയ്യണം. അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ മണി വേസ്റ്റ് ഇന്ന് ഇതില്ല, എന്താണ് ഇന്നത്തെ പത്രത്തില് ബിസിനസ് പേജ് ഇല്ല. പിന്നെ വേൾഡ് പേജിൽ ഞാൻ പറഞ്ഞില്ല, അസർബൈജാനോട് റഷ്യ ഇപ്പൊ മാപ്പൊക്കെ പറഞ്ഞു. അസർബൈജാന്റെ പ്ലെയിൻ 38 പേരുമായിട്ടുള്ള പ്ലെയിനിനെ ഇവരുടെ പ്രൊജക്ട് ഉപയോഗിച്ച് അവരറിയാതെ ചെയ്തതാണ്, മനഃപൂർവ്വമല്ല, എന്നാലും സംഭവിച്ചു പോയി. പിന്നെ ജോർജിയക്ക് പുതിയ പ്രസിഡന്റ് ആയി. ജോർജിയ ഈസ് എ ഫോമർ Soviet country and after the collapse of Soviet Union they got independence and Georgia got new president Mikhail വല്ലാത്ത പേരാണ്, KAVELASHVILI. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വായിച്ചു, കവലാഷ്വിലി അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ വേൾഡ് പേജിൽ പറയാൻ. പിന്നെ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ ഹംപി വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ഞാൻ പറഞ്ഞു, കൊനേരു ഹംപി. പിന്നെ ജസ്പ്രീത് ബുംറ 200 ടെസ്റ്റ് വിക്കറ്റുകൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നേടുന്ന ഇന്ത്യൻ ബൗളറായിട്ട് മാറി. 200 ടെസ്റ്റ് വിക്കറ്റുകൾ അദ്ദേഹം റീച്ച് ചെയ്തു. പിന്നെ ഹോക്കി ഇന്ത്യ ലീഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ, ഇന്ത്യയുടെ ഹോക്കി ലീഗ്, അതൊക്കെയാണ്. പിന്നെ നൊവാക് ഡോക്കോവിച്ച് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകൾ നേടിയ താരം. 24 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. വേൾഡ് നമ്പർ 7 ആയി മാറിയത്. വേൾഡ് നമ്പർ 1 ആയിരുന്നു, ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കുറച്ചുകൂടെ കളിച്ചില്ല. വേൾഡ് നമ്പർ 7 ആണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അതിനു മുമ്പ് സുമിത് നഗൽ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയറിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് അവിടെ കാണാം, സുമിത് നഗൽ. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ സുമിത് നഗലിനെ കുറിച്ചും. പിന്നെ ISROടെ ഞാൻ ഈ പറഞ്ഞ ഈ സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ചുള്ള ന്യൂസും കാണാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.